നമസ്കാരം. ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി ഇന്ത്യ അമേരിക്ക ബന്ധം. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്ക സഹായത്തിനെത്തുമെന്ന ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധ സഹകരണം, വ്യാപാര കരാർ, പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ, ഇന്ത്യൻ നാവികരുടെ സുരക്ഷ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചർച്ചയായ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള സൂചനകളാണ് നൽകിയത്. ലോകശക്തികളുടെ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയുടെ നയതന്ത്ര വിജയമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഫ്രാൻസിലെ എവിയാനിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയത്. 2025 വാഷിംഗ്ടണിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും നേരിൽ കാണുന്നത് ഇതാദ്യമായി. വിവിധ ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്ത കൂടിക്കാഴ്ചയിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ഭാവിയാണ് പ്രധാനമായും വിലയിരുത്തപ്പെട്ടത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇന്ത്യയും അമേരിക്കയും മികച്ച ബന്ധമാണ് പങ്കിടുന്നതെന്നും ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്ക സഹായിക്കാൻ തയ്യാറായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. മോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച ട്രംപ് അദ്ദേഹത്തിന്റെ കാലത്ത് ഇന്ത്യ ആഗോളതലത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. ഇന്ത്യയും അമേരിക്കയും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി പ്രതിരോധ രംഗത്ത് ശക്തമായ സഹകരണമാണ് കാഴ്ചവെക്കുന്നത്. സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റം, ആയുധവാങ്ങൽ കരാറുകൾ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സഹകരണം എന്നിവ ബന്ധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഈ പ്രതിരോധ ബന്ധത്തിന് കൂടുതൽ രാഷ്ട്രീയ പിന്തുണ നൽകുന്നതായാണ് വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഔദ്യോഗിക പ്രതിരോധ സഖ്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ല എങ്കിലും തന്ത്രപ്രധാന പങ്കാളി എന്ന നിലയിൽ ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യമാണ് ഈ പ്രസ്താവനയിലൂടെ പ്രകടമായിരിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായ മറ്റൊരു വിഷയം പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യമാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലും ഗൾഫ് മേഖലയിലും ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക പ്രധാനമന്ത്രി മോദി ട്രംപിനെ അറിയിച്ചതായാണ് വിവരം. സമീപകാല സംഘർഷങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവവും ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. ലോകത്തെ സമുദ്രഗതാഗത മേഖലയിൽ ഇന്ത്യൻ നാവികർ വലിയ പങ്ക് വഹിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മോദി വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. പ്രതിരോധവും സുരക്ഷയും മാത്രമല്ല, സാമ്പത്തിക സഹകരണവും കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിന് വളരെ അടുത്തെത്തിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അടുത്ത മാസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഇറക്കുമതി തീരുവകളും ഇന്ത്യയുടെ വ്യാപാര താൽപര്യങ്ങളും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പരസ്പര ധാരണയിലൂടെ ഒരു കരാറിലെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി മോദിയെ ട്രംപ് പ്രശംസിച്ചതും ശ്രദ്ധേയമായി. കടുത്ത ചർച്ചക്കാരൻ എന്നാണ് ട്രംപ് മോദിയെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ വളർച്ചയിലും ആഗോള സ്വാധീനത്തിലും മോദിയുടെ നേതൃത്വത്തിന് നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്നും പശ്ചിമേഷ്യ മുതൽ ഇൻഡോ പസഫിക് വരെ വിവിധ വിഷയങ്ങളിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ പ്രസ്താവനയെ വെറും സൗഹൃദപരമായ പരാമർശമായി മാത്രം കാണാനാവില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളും പരിഗണിക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക കൂടുതൽ അടുത്ത തന്ത്രപ്രധാന പങ്കാളിയായി കാണുന്നുവെന്ന സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത്. അതേസമയം ഇന്ത്യയുടെ വിദേശ നയം പരമ്പരാഗതമായി സ്വതന്ത്ര നിലപാടാണ് പിന്തുടരുന്നത്. അതിനാൽ അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമ്പോഴും മറ്റ് ആഗോള ശക്തികളുമായുള്ള ബന്ധം നിലനിർത്താനുള്ള നയം ഇന്ത്യ തുടരുമെന്നാണ് വിലയിരുത്തൽ. G7 ഉച്ചകോടിയിൽ ട്രംപ് നടത്തിയ ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്ക ഒപ്പം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം വെറും രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ശക്തി സമവാക്യങ്ങളുടെ പ്രതിഫലനം കൂടിയാണ്. പ്രതിരോധം, വ്യാപാരം, സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത എന്നീ മേഖലകളിൽ ഇന്ത്യയും അമേരിക്കയും കൂടുതൽ അടുത്ത് സഹകരിക്കുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഭാവിയിലെ ഈ ബന്ധം ഏത് ദിശയിലേക്ക് വികസിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ G7 വേദിയിൽ നിന്നുയർന്ന ഈ സന്ദേശം ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ പുതിയ അധ്യായത്തിന്റെ തുടക്കമായി ചരിത്രം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്.